മെലഡി മസാലയുടെ ഈ ഒരു വേദിയിൽ അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. സോ സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു കിരൺ മോഹൻ. കിരൺ എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം കുണ്ട്ര. കൊല്ലം കുണ്ട്ര. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന് ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരുടെ ഹെൽത്ത് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ട്രെയിനിങ് പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നു. ഞാൻ മാത്രമല്ല ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പോയിൻമെന്റ് വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വൈകാതെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ എന്താണെങ്കിലും കിരൺ പെർഫോമൻസിന് വേണ്ടി റെഡി ആണല്ലോ. ഒരു യൂണീക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സമയം വൈകാതെ കാണാം അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിറകെടുത്ത് ചാരം. എൻ്റെ പൊന്നു മാമച്ച, നമുക്ക് ആവശ്യമുള്ള കാശ് നമ്മൾ എടുക്കണം. അത് അച്ഛൻ്റെ പേഴ്സാണോ അമ്മയുടെ PF ആണോ? എടാ ഇവിടെ വാടാ. അയ്യടാ, ഈ താരകൊട്ട അതോടാ പല്ല് തേക്കുന്നേ. ഊതടാ. മോഹനോല്ലി അമ്മേ, മറ്റേ അർജന്റീനക്കാരുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ. ഓ എടാ എൽഡോ, തള്ളി ഒടിക്കടാ അവന്റെ കൈയും കാലും. രാഘവോ, രാജപ്പോ, നീ ഒളിച്ചിരുന്നോ? മലയാള സിനിമയിലോ എനിക്കോട്ടൊരു റേക്കായിരുന്നു ചാതോട്ട്, അതിന് വ്യത്യാസം റേക്കായിരുന്നു. എനിക്കാരെയും പേടിയില്ല. മലയാള സിനിമയിൽ ഒരു പുതിയ ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചു വരികയാണ്. ഞാനടങ്ങുന്ന എൻ്റെ സമൂഹത്തിൻ്റെ ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ. ഞാനും ലാലുമായിട്ടുള്ള ബന്ധം കൊച്ചിൻ കലാഭവൻ മുതൽ തുടങ്ങിയതാണ്. അവിടുന്നുള്ള വിഷ്ണുവെ, മാജിക് അങ്കിൾ പറയുന്ന പോലെ അങ്കിളുടെ കയ്യിലുള്ള ബോക്സ് വിഷ്ണുവിൻ്റെ തന്നിട്ടാ, വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ബോക്സ് അങ്കിളുടെ. പരിധി പറഞ്ഞ പപ്പടം ഒന്ന് പരിധി പറഞ്ഞാലോ പപ്പടം തിരി പറ. വണ്ടിയിലെ കാഴ്ചിരിക്കുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ടാ. മലയാള സിനിമ എന്ന് പറയുന്നത് പുതിയ പുതിയ പഴങ്ങളിലേക്കുള്ള റോയിലി മുഴകണു. എന്തൊക്കെയാ ഞാൻ മുഴകണ്ടി? എൻ്റെ ലക്ഷ്മി. കാർത്തികേയ, കയ്യൂക്കിന്റെ ഭാഷ നിനക്ക് മാത്രമേ ഭാഷയുള്ളൂ, നീ കരുതരുത്. അവൻ തോക്ക് പ്രസ്ഥാനം ഉപയോഗിക്കാം, പക്ഷെ പ്രസ്ഥാനം ഒരിക്കലും തോക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് വാക്കുകളല്ല, മാവോട്. ഞാനും എൻ്റെ മോനും തമ്മിൽ ഗുരുവായൂരപ്പനാണ്, ഒരു കുഴപ്പവുമില്ല. ചിലരൊക്കെ പറഞ്ഞുണ്ടാ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ എൻ്റെ അച്ഛനെ കൂടി ഒതുക്കാൻ നോക്കണ്ട, നടക്കില്ല. അത് ചെയ്യുന്ന കൊട്ടാരക്കര ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ, എല്ലാം ഒന്നൊന്നര ആനകളാ. ഉണ്ണിത്താൻ ചേട്ടൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണല്ലോ ഗവൺമെന്റ് നടത്തുന്നത്. എനിക്ക് വരെയുള്ള കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ശീലമുള്ളതാണ്. അതൊന്നും കേരളത്തിൽ ഇനി KM മാണി കോഴ മേടിച്ചു എന്ന് പറയുന്ന ഒരു പൈശാചികവും മൃഗീയമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. സംതിങ് വിച്ച് ഈസ് നോട്ട് ഹാപ്പൻ. ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞോട്ടെ, അത് പറഞ്ഞു. അതായത് ഒരു ജാതി ഒരു മതം. ആശ്വാസം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, എൻ്റെ വായനല്ലോ പൊളിച്ചേക്കും പരമനാറി. നീ എന്തോ ആശ്വാസം പറയുന്നത്? ശരി, നിക്കേനെ പറഞ്ഞു. ഇങ്ങടുത്ത് വന്നാൽ അമ്മയുടെ ബാബുമോൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായമ്മേ. അമ്മേ, എനിക്കും ശരളയ്ക്കും കുട്ടികളില്ലാത്ത കാലത്ത് ഞാൻ ഒറ്റയ്ക്കൊരു കത്തി കളിക്കാനുള്ള സാധനമല്ല, സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചോർ. ഞാൻ നിങ്ങളെ കരുതുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കാട്ടാപ്പല്ല പെണ്ണെ കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മല്ലയ്യ പോയിരിക്കുന്നത്. കഴുതമ്മ നീ പറയുന്നു കേട്ടോ ഫെഡറിക്കേ, എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങേ ദില്ലിലുണ്ടോ പെട്ടി. അറിയാമോ, ഒരു 2 രൂപ ഇങ്ങ് തന്നേട്ടി. കാലത്ത് കോളേജിൽ കൊണ്ട് വിടുകയും തിരുത്ത് വിളിച്ചുകൊണ്ട് വരികയും വേണം. മീറ്റർ കാശൊന്നും കണക്കാ തോരണം. ഒരു അത്യാവശ്യമുള്ള പോക്കറ്റ് എന്ന് കൊടുത്തു ഇനി ആവർത്തിക്കണം. അതാണ് ബുക്ക് ഉണ്ടായിരുന്നാണ്. ഇനി അന്നോണ്ട് മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കുട്ടിക്കൂറവാകുമ്പോൾ അച്ഛൻ കൂറയും. വല്ലവൻ പക്ഷെ വകതിരു വട്ടപ്പൂജം ഓർമ്മയുടെ അമ്പടിക്കല്ലി വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ എന്താ പേര്? കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്.
നാളെ നമ്മൾ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവര് 3 പേരുമാണ് എന്റെ ഹീറോ. എന്റെ കൊച്ചോട്ട് എന്നെ ഗോൾഫിയാണ്. എന്തിനാണ് എന്റെ കൊച്ചോട്ട് കട്ടപ്പനയ്ക്ക് നിൽക്കുന്ന പട്ടി? നിർത്തിക്കേ ഡിംഗൾഫി അല്ലേ? ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാമാട്ട വിക്രമം മനസ്സിൽ കൊണ്ടുവരുന്ന അശാനെ അവർ ചെറിയ ടീമല്ല, ഇളം ടീമാണ്. അവരെന്നെ ഉറക്കണ്ട അശാനെ. എടാ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? മോന്നണം ട്രാൻസ്ഫർ. അതെടാ, ഞങ്ങൾ തെരുവട്ടികളാ, തെരുവട്ടികൾ കുടമാണില്ല. പക്ഷെ തമ്മിത്തം തന്നറി കൈ കൈ കണ്ടോ നീയാ? മറ്റേ തഴമ്പുണ്ടോ നീ? ലാഹകൾ വക്കച്ച കൊന്നിട്ട് ആരടാ 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 എൻ്റെ പൈസ എടുത്ത് അതിന്റെ കടല പഠിച്ചത് പറഞ്ഞല്ലോ. നീ പഠിക്കോ, നീ പഠി. വിമൽ സാർ നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കുറെ പൈസ കണ്ടെന്നും വിമൽ സാർ റോഡും. അടാ ജോസ, 1 2 അല്ല 10 ലക്ഷം 10 ലക്ഷം. ഇപ്പൊ പലിശ പോലും ഇല്ലേ? ഹാടി എന്താ തല്ലേ കാശൊക്കെ തരുന്നുണ്ടോ അവര്? എന്റെ കഴുതരാ കേട്ട് തരുന്നതല്ലോ അവര്. മോനെ അബൂഖാന്റെ നമ്പർ എപ്പോഴാ വരിക? കോമാളി കരയാൻ പാടില്ല. ആഹാ വളിക്കത് ശ്രുതി നാവുൻ പേരെ ചൊണ്ണ. നിങ്ങൾ വളരെ ചൊണ്ണായിരുന്നു ചെയ്തത്. ഫസ്റ്റ് നിങ്ങൾ വന്ന് ചെയ്ത പോർഷൻ ഇല്ലേ, അത് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് വരണം മിസ്റ്റർ രഞ്ജി ജോർഡൻ. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കോട്ടമായി തൊട്ടില്ല തൊട്ടില്ല. സത്യത്തിൽ ഈ കല്യാണം എന്ന് കേട്ടപ്പോഴേ എന്റെ ചങ്കത്തടിച്ചതുപോലെ എനിക്ക് തോന്നിയത്. എന്റെ പൊന്നു സാറുമാര്, ഇതിന്റെ ഒരേ ഒരു പെങ്ങൾ, ഇതിന്റെ ഒരേ ഒരു മോൻ, ഇവനെ കണ്ടാണ് ഞാൻ ഓ എന്റെ മോനെ, ഞാൻ നിന്റെ ബാബ, ഇത് നിന്റെ കുഞ്ഞു പെങ്ങൾ, ഈ കാണുന്നതെല്ലാം നിന്റെയാണ്. അവന്റെ ജീവൻ അവളെ പടച്ചിലടല്ലോ. അതിങ്ങനെ ക്ലോസ് റേഞ്ച് കേൾക്കാൻ വേണ്ടി ഞാൻ തന്നെ കുമ്പാരി. അശോക, അശോക, തൂ കോനെ, നീ ആരാ? നിനക്കൊന്നോ വാട്ട് യു വാണ്ട്? ഓ ഇതാണോ ചേട്ടാ വലിയ സർപ്രൈസ്? എന്നാ ഇയാളൊന്നോട്ട് ഒഴി. ഓ മനസ്സിലായി, ആ പരമനാറി. അളിയ, നിങ്ങൾക്കറിയാമോ 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ കുറെ പെൺകുട്ടികൾ ചേർന്ന് പീഡിപ്പിച്ചു. കുമരഗിരി പള്ളി വികാരി ഫാദർ ഒറ്റപ്ലാക്കൻ. ആടി അമ്മേന്റെ ഭരണേ ആയിട്ട് നന്നാക്കുന്നില്ല. ഏതാണോടാ പൊന്നീ ഗതരാജമുത്ത്? കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാർ. എന്റെ പൊന്നു മുകേഷ് ഏട്ടാ, ധർമ്മം പറഞ്ഞനുസരിച്ച് ഞാനും ആരെയും കൂടി ഇവന്റെ വീട്ടിൽ കല്യാണം പോയതാ. എന്റെ പൊന്നു ഏട്ടാ അവിടെ ചെല്ലുമ്പോ ഞാൻ പറഞ്ഞതും മലയാളം, ഞാൻ പറഞ്ഞതും മലയാളം, ഇതിങ്ങനെ തർജ്ജമ ചെയ്തിരിക്കാൻ ഞാൻ പറഞ്ഞ ഞാൻ സജീവനാണോ? കൊച്ചെ മലയാള സിനിമ കാണാറുണ്ടോ? അവൾ അവിടെ കൃത്യമായി പോയി കാണും ദുർഗെ. അളിയാ രമേശ, നീ രാവിലെ എടുക്കാം. ഞാൻ ട്യൂഷൻ എടുത്തളിയാ. അളിയാ the money you deposit in Harris Finance. പെപ്പേ, നമ്മൾ പറഞ്ഞല്ലോ നല്ല കാര്യങ്ങളാണത്. കൊച്ചിറക്ക, ഇതാണ് തോട്ട. ഇല്ലടോ, അപ്പൊ ഓള് കഴിക്കില്ല. ഈ പുട്ടുണ്ടായ കഥയിലേക്ക് പണ്ട് ഇല്ല, ഒന്നും പറയല്ല. പ്രത്യേകിച്ച് ടിനി പറഞ്ഞ നിങ്ങൾ ഇടക്കിടക്കടവില് മാറ്റിയല്ലേ, ഒന്നും പറയല്ല. പടപട നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 10 എണ്ണത്തിന് പിടിച്ച അത് 9 എണ്ണം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോ വായിച്ച വേദോസ്തത്തിലെ சீக்கிரம் அந்த இடத்தெல்லாம் காலி பண்ணி அந்த இடத்தெல்லாம் கீறி பண்ணி நம்ம my life between 22 years and 22 years. Thanks to God. ഓ, അത്ഭുതകരമായ ഗോൾ, അവിശ്വസനീയമായ ഗോൾ. நான் வந்துட்டேன்னு சொல்ல, திரும்பி வந்துட்டேன்னு சொல்லடா. ഇത് അടുത്ത് നിന്ന് കേട്ടിട്ട് എനിക്ക് വരെ ശ്വാസം മുട്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഇതുപോലെയുള്ള ഒരു യൂണിക് പെർഫോമൻസസ് ശരിക്കും പറഞ്ഞാൽ കിരൺ മോഹനിൽ നിന്ന് എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണെങ്കിലും കോമഡി മസാലയുടെ ഒരു വേദിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച് കിരൺ ആൻഡ് യെസ് താങ്ക് യു.